ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ രാജിവെച്ചിരിക്കുന്നു. പാർട്ടിയിൽ ഒറ്റപ്പെട്ടതിനെ തുടർന്നുകൂടിയാണ് ഈ രാജി. ലേബർ പാർട്ടിയുടെ നേതൃസ്ഥാനവും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ രാജിവെച്ചിരിക്കുന്നു. ലണ്ടനിലെ 10 ഡൗണിംഗ് സ്ട്രീറ്റിന് പുറത്ത് നടത്തിയ പ്രസംഗത്തിലാണ് തന്റെ രാജിക്കാര്യം ഔദ്യോഗികമായി അദ്ദേഹം പ്രഖ്യാപിച്ചത്. ഇക്കാര്യം ചാൾസ് മൂന്നാമനെ അറിയിച്ചതായും പുതിയ നേതാവ് ചുമതലയേൽക്കുന്നതുവരെ താൽക്കാലികമായി പ്രധാനമന്ത്രി പദവിയിൽ തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു. ഉപതെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി നേതാവ് ആൻഡി ബേൺഹാം വിജയിച്ചതോടെ സ്റ്റാമറിന് മേൽ രാജ്യസമ്മർദ്ദം ഏറിയിരുന്നു. എന്നാൽ 2029 വരെ താൻ പദവിയിൽ തുടരുമെന്ന് അറിയിച്ചുവെങ്കിലും എംപിമാരുടെ പിന്തുണ പൂർണ്ണമായും നഷ്ടമായതോടെ രാജി സമർപ്പിക്കുകയായിരുന്നു. 2024 പൊതു തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിയെ വൻ വിജയത്തിലേക്ക് നയിച്ചു അദ്ദേഹം. 14 വർഷത്തെ കൺസർവേറ്റീവ് ഭരണം അവസാനിപ്പിച്ച് ബ്രിട്ടന്റെ 58ാമത് പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റു. അതിന് 2 വർഷത്തിന് ശേഷമാണ് സ്റ്റാമറുടെ ഈ രാജി. തീർച്ചയായിട്ടും സ്റ്റാമറുടെ ഈ രാജി അന്താരാഷ്ട്ര രംഗങ്ങളിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടും. കാരണം പാർട്ടിയിലെ ഒറ്റപ്പെടൽ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ അദ്ദേഹത്തിന്റെ അധികാര സ്ഥാനത്ത് നിന്ന് എങ്ങനെ ഇല്ലാതാക്കി എന്നുള്ളതിന്റെ തെളിവായിട്ട് മാറുകയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയാർ സ്റ്റാമറിന്റെ ഈ ഒടുവിലെ രാജി പ്രഖ്യാപനം. തെരഞ്ഞെടുപ്പുകളിലുണ്ടായിട്ടുള്ള കനത്ത തിരിച്ചടികൾ, നയപരമായിട്ടുള്ള പരാജയങ്ങൾ, ജനപ്രീതിയിലുണ്ടായിട്ടുള്ള ഇടിവ്, ഇവയെ എല്ലാം തുടർന്ന് പാർട്ടിയിലെ 100-ലധികം എംപിമാരും മുതിർന്ന ക്യാബിനറ്റ് മന്ത്രിമാരും അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടിരുന്നു. ലേബർ പാർട്ടിയിലെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട എതിരാളിയും ഒപ്പം തന്നെ മുൻ ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മേയറുമായിട്ടുള്ള ആൻഡി ബേൺഹാം ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതോടുകൂടിയാണ് സ്റ്റാമറുടെ രാജിയിലേക്കുള്ള പന്ഥാവ് തെളിഞ്ഞത്. അടുത്ത പ്രധാനമന്ത്രിയാകാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ആര് എന്നുള്ള ചോദ്യം, ആ ചോദ്യത്തിനുള്ള ഉത്തരം വരുന്നത് ആൻഡി ബർണാം എന്ന പേരാണ്. സ്റ്റാമർ തിങ്കളാഴ്ച, അതായത് ഇന്ന് രാജിവെച്ചേക്കുമെന്നും അതിനായിട്ടുള്ള നടപടികളൊക്കെ ആരംഭിച്ചുവെന്നുമൊക്കെ ബ്രിട്ടീഷ് പത്രമായിട്ടുള്ള ഒബ്സർവർ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. മന്ത്രിമാരും ഉപദേശകരും തൊഴിലാളി യൂണിയൻ നേതാക്കളുമായും ഒക്കെ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് സ്റ്റാമർ രാജിവെക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. വിമതരുടെ നീക്കങ്ങൾ ശക്തമായിരുന്നു. ആ നീക്കങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെയാണ് കിയാർ സ്റ്റാമറുടെ രാജി ഉണ്ടായിരിക്കുന്നത്. 2024 ജൂലൈ 5-ാം തീയതിയാണ് 650 അംഗ പാർലമെന്റിൽ 411 സീറ്റും നേടി സ്റ്റാമർ ജയിച്ചത്. പ്രധാനമന്ത്രി പദത്തിൽ 2 വർഷം പൂർത്തിയാക്കാൻ ദിവസങ്ങൾ മാത്രമേ ബാക്കി നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് ഈ രാജി വന്നിരിക്കുന്നത്. രാജി തീരുമാനം ചാൾസ് രാജാവിനെ അറിയിച്ചതായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതുവരെ അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് തുടരും. സെപ്റ്റംബർ ആദ്യ ആഴ്ചയിൽ പുതിയ പ്രധാനമന്ത്രി അധികാരം ഏറ്റെടുക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് സ്റ്റാമറുടെ നേതൃപദവിക്കെതിരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ പാർട്ടിയിൽ ശക്തമായിരുന്നു. സ്റ്റാമറുടെ വ്യക്തിപരമായിട്ടുള്ള ജനപ്രീതി ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. ആ ജനപ്രീതിയിൽ ഉണ്ടായിട്ടുള്ള ഇടിവ് പാർട്ടിയുടെ രാഷ്ട്രീയ മുന്നേറ്റത്തെ ബാധിക്കുന്നു എന്നുള്ള വലിയ പരാതിയും ആശങ്കയും ഒക്കെ ഉയർന്നിരുന്നു. പ്രധാനമന്ത്രി പദം ഒഴിയണം സ്റ്റാമർ എന്നാവശ്യപ്പെടുന്ന എംപിമാരുടെ എണ്ണം 300-നടുത്ത് എത്തിയതോടുകൂടിയാണ് ഭീഷണി മനസ്സിലാക്കിയിട്ട് ഒടുവിൽ പ്രധാനമന്ത്രി രാജി തീരുമാനം പ്രഖ്യാപിച്ചത് എന്നുള്ള വിലയിരുത്തൽ വരുന്നുണ്ട്. ഓർക്കുക, നേരത്തെ സ്റ്റാമറുമായിട്ട് വലിയ രീതിയിലുള്ള ചങ്ങാത്തം പുലർത്തിയിരുന്ന ചില എംപിമാരും ഒടുവിൽ വിമതപക്ഷത്തേക്ക് മാറിയിരുന്നു. അതും സ്റ്റാമറിന് തിരിച്ചടിയായിട്ട് മാറിയെന്നും പറയേണ്ടി വരുന്നു. ലേബർ പാർട്ടിക്ക് ഒരു മാസം മുമ്പ് കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ഒരു പരാജയം ഏൽക്കേണ്ടി വന്നിരുന്നു. ആ പരാജയത്തെ തുടർന്നാണ് വിമത നീക്കം ശക്തമായത്. ആ വിമത നീക്കം പിന്നീട് വളർന്നു. 2 ദിവസത്തിനകം അത് ശക്തി പ്രാപിച്ചു. അത് പ്രധാനമന്ത്രിയുടെ രാജിയിലേക്ക് എത്തിക്കുന്ന രീതിയിൽ മാറുകയും ചെയ്തു. ഭാവിയിലെ നേതാവായിട്ടും പ്രധാനമന്ത്രിയായിട്ടുമൊക്കെ പാർട്ടിയിലെ വിമതർ എടുത്തു കാണിക്കുന്ന മാഞ്ചസ്റ്റർ മേയറായിട്ടുള്ള ആൻഡി ബർണാം വ്യാഴാഴ്ച മേക്കർഫീൽഡ് ഉപതെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള വിജയം നേടിയിരുന്നു. ആ വിജയത്തോടു കൂടിയിട്ടാണ് ഇവരുടെയൊക്കെ വിമത നീക്കം വളരെ ശക്തിപ്പെട്ടത്. പ്രധാനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് മന്ത്രിസഭയിലെ പ്രമുഖർ പോലും രംഗത്ത് വരികയുണ്ടായി. വിദേശകാര്യ സെക്രട്ടറി ആയിട്ടുള്ള യുവറ്റ് കൂപ്പർ, അതേപോലെ ഹോം സെക്രട്ടറി ആയിട്ടുള്ള ഷബാന മഹ്മൂദ്, ട്രാൻസ്പോർട്ട് സെക്രട്ടറി ആയിട്ടുള്ള ഹെയ്ദി അലക്സാണ്ടർ, ഇവരെല്ലാം സ്റ്റാമർ മാറിയേ തീരൂ എന്നുള്ള നിലപാടുകാരാണ്. അവർക്കൊപ്പം തന്നെ നിരവധി എംപിമാരും ഒക്കെ പരസ്യമായിട്ട് നേതൃമാറ്റം ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു. അങ്ങനെ വിമത നീക്കം ശക്തമാക്കി ആൻഡി ബർണോം പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് മത്സരിക്കാൻ ഇറങ്ങിയാൽ താനും മത്സരരംഗത്തുണ്ടാകുമെന്നുള്ള ഉറച്ച നിലപാടാണ് പ്രധാനമന്ത്രി ഇന്നലെ വരെ പുലർത്തിയിരുന്നത്. എംപിയായി വെസ്റ്റ് മിനിസ്റ്ററിലെത്തുന്ന ആൻഡി ബർണാമിന് പാർട്ടി നേതൃസ്ഥാനത്തേക്ക് മത്സരിക്കാൻ 20% എംപിമാരുടെ പിന്തുണ ആവശ്യമാണ്. നിലവിലെ ലേബർ എംപിമാരുടെ എണ്ണം വെച്ച് നോക്കിയാൽ അതിന് വേണ്ടത് 80 പേരുടെ പിന്തുണയാണ്. അത് ആർജിക്കാൻ കഴിയുമോ ബർണാമിന് എന്നാണെങ്കിൽ ഒരു പ്രയാസവുമില്ല. കാരണം അത് ആ രീതിയിലാണ് കണക്കുകൾ സംസാരിക്കുന്നത്. എന്തായാലും ഇനി സത്യപ്രതിജ്ഞയാണ്, പുതിയ പ്രധാനമന്ത്രിയുടെ വരവ്, അതൊക്കെയാണ് ഇനിയുള്ള നിമിഷങ്ങളിലെ വാർത്തകളായിട്ട് വരേണ്ടത്.